ഹലോ ഗായ്സ്. അപ്പോൾ ഇന്നത്തെ നമ്മളെ കഥ എൻ്റെ അർജുവേട്ടൻ്റെയും വിവാഹ വാർഷികമാണ് കേട്ടോ. 4 വർഷം കഴിഞ്ഞു. എത്ര പെട്ടെന്നല്ലേ, വിശ്വസിക്കാനേ പറ്റുന്നില്ല. 2021 ഏപ്രിൽ 10 ഞങ്ങൾ കല്യാണം നടന്നിട്ടുണ്ടായിരുന്നത്. കൊറോണ സമയത്തെ കല്യാണമായിരുന്നു കേട്ടോ. അങ്ങനെ ഇപ്പം നമ്മൾ ആനിവേഴ്സറി, ഫസ്റ്റ് നമ്മൾ ആനിവേഴ്സറി ആണെങ്കിലും ബർത്ത്ഡേ ആണെങ്കിലും ആദ്യം നമ്മൾ പോകാറ് അമ്പലത്തിലാണ്. രണ്ടാളും ഭയങ്കര അമ്പലവാസികൾ തന്നെയാണ്. നമുക്ക് ഇഷ്ടമാണ് അമ്പലത്തിൽ പോകാനും അവിടെ കുറേ സമയം സ്പെൻഡ് ചെയ്യാനൊക്കെ. അങ്ങനെ ഇന്ന് നമ്മൾ പോയിട്ടുള്ളത് കുറേ ദിവസമായി നമ്മൾ പറയുന്ന ഒരു അമ്പലമാണ്, പോവാ. പക്ഷേ ചില അമ്പലങ്ങളിൽ നമുക്ക് പോകാൻ കുറേ മുടക്ക് കാര്യങ്ങളുണ്ടാവും. പക്ഷേ എപ്പോഴെങ്കിലും നമ്മൾ അവിടെ എത്തിപ്പെടും, അത് ഉറപ്പാണ്. അങ്ങനെ നമ്മൾ എത്തിപ്പെട്ട അമ്പലമാണ് കേട്ടോ ഇത്. ഇതിപ്പോൾ അടുത്ത് നമ്മുടെ പെരുങ്കളിയാട്ടം കഴിഞ്ഞ രാമവില്യത്തിൻ്റെ അടുത്തുള്ള ചക്രപാണി ക്ഷേത്രമാണ്. ഈ അമ്പലത്തിൽ ഭയങ്കര ഒരു പ്രത്യേകത തോന്നി. നമ്മുടെ നാട്ടിലുള്ള അമ്പലത്തിനേക്കാളും ഒരു വലിയ അമ്പലം, കൊടിമരമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടുന്ന് നമ്മൾ വഴിപാടൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പ്രസാദമായിട്ട് നമ്മൾ ഗണപതിൻ്റെ ഒരു പ്രസാദമായിരുന്നു കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പ്രസാദവും വഴിപാടും ഒക്കെ ആയിട്ട് നമ്മൾ അമ്പലത്തിനകത്ത് കയറി. ഇവിടെ പ്രതിഷ്ഠ വിഷ്ണുവാണ്. പിന്നെ ഇവിടെ വനശാസ്താവ് ഉണ്ടായിരുന്നു. വനശാസ്താവിൻ്റെ അവിടെ പോകുമ്പോൾ അറിയാമല്ലോ, ഫുൾ കുറച്ചൊരു കാട്, അങ്ങനെ ഒരു ഇത്, ആ ഒരു ആംബിയൻസ് നല്ലതായിരുന്നു. പിന്നെ ചെറിയ കിളികളെ ശബ്ദവും കാര്യങ്ങളും, ആ രാവിലത്തെ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അമ്പലമൊക്കെ പ്രദക്ഷിണം വെച്ചു, പ്രാർത്ഥിച്ചു, പ്രസാദമൊക്കെ കഴിച്ചു. ഞങ്ങൾക്ക് രണ്ടാൾക്കും ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ രാവിലെ അമ്പലത്തിൽ പോകാനും അവിടെ കുറേ സമയം സ്പെൻഡ് ചെയ്യാനൊക്കെ. അതുകൊണ്ട് നമ്മൾ ഏകദേശം എല്ലാ അമ്പലം കവർ ചെയ്തു എന്ന് തന്നെ പറയാം, നമ്മളെ നാട്ടിലാണെങ്കിലും പുറത്താണെങ്കിലും ഒക്കെ. ഇന്ന് പൂരം ഇതായതുകൊണ്ട് പിന്നെ നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് കുറേ ആളൊക്കെ ഉണ്ടാവും. പക്ഷെ അങ്ങനെ വലിയ ആളും ബഹളമൊന്നും ഉണ്ടായിരുന്നില്ല. അമ്പലത്തിൽ പോകുമ്പോൾ ഇങ്ങനെ അധികം ആളില്ലാത്തതാണ് നല്ലത്. നമുക്ക് ഭയങ്കര ഒരു സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്, ഒരു സ്ഥലമാണല്ലോ അമ്പലം. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയപ്പം അവിടെ വിഷു ആയതുകൊണ്ട് വിഷുവിന് ഷൂട്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഒരു ചെറിയ വാവ, 1 വയസ്സേ ഉണ്ടാവുള്ളൂ. ഞങ്ങൾ പെൺകുട്ടിയെന്നാണ് വിചാരിച്ചത്, കാരണം നല്ല മുടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കാൺകുട്ടിയായിരുന്നു കേട്ടോ. അങ്ങനെ ആ കുട്ടീനൊക്കെ കണ്ട് നല്ല ഇതായി നമ്മളങ്ങനെ അമ്പലത്തിൽ നിന്ന് തൊഴുതിറങ്ങി. ഇനിയിപ്പോൾ നമ്മൾ കാഞ്ഞങ്ങാടേക്ക് പോകുന്നുണ്ട്. അർജുവേട്ടന് ഷോപ്പിലേക്ക് സാധനം എടുക്കാനുണ്ട്. പിന്നെ നമുക്ക് സ്കൂളിൽ പോകാനുള്ളതുകൊണ്ട് അമ്മയും നമ്മളെ കൂടെ വന്നു. ഇതെൻ്റെ ഏട്ടൻ്റെ ഷോപ്പാണ് കേട്ടോ, കാഞ്ഞങ്ങാട് കോട്ടച്ചേരി ഇൻസ്റ്റ. അവിടുന്ന് അമ്മക്ക് സ്കൂളിലേക്ക് സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കോക്ടെയിലും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് അമ്മേനെ സ്കൂളിലാക്കിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങൾ എന്നിട്ട് നേരെ ഹണി സ്പെഷ്യൽ കേക്കിലേക്കാണ് പോയത്. അവിടെ നമുക്ക് പൂച്ചക്കാടേക്ക് കേക്ക് വാങ്ങണമായിരുന്നു. അങ്ങനെ അവിടുന്ന് നമ്മൾ കേക്ക് വാങ്ങി. അപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. കാരണം ഇവിടെ പിസ്താഷ്യൂ കുനാഫ ചോക്ലേറ്റ് ഉണ്ട്, ദുബായ് വൈറലായിട്ടില്ലേ. അപ്പോൾ അത് എന്തായാലും വാങ്ങണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ പൈസ കുറച്ച് കൂടുതലായിരുന്നു, 220 രൂപ ഉണ്ടായിരുന്നു. എന്നാൽ അതും വാങ്ങി, കേക്കും വാങ്ങി നമ്മൾ പൂച്ചക്കാട് വീട്ടിലേക്ക് എത്തി. വീട്ടിൽ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നില്ല, ചക്കര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ചക്കരനെയും കൂട്ടിയിട്ട് നമ്മൾ കേക്ക് കട്ട് ചെയ്തു. ചക്കര നമ്മളെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ കേക്ക് കട്ട് ചെയ്ത് നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തു. പിന്നെ നമ്മൾ ചക്കരക്ക് കൊടുത്തു, ചക്കര ഞമ്മക്ക് തന്നു. അങ്ങനെ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിച്ചു. പിന്നെ പാത്തക്കുഞ്ഞിൻ്റെ പൂരമായതുകൊണ്ട് അവിടുന്ന് ഏച്ചി പൂരക്കഞ്ഞിയും കറിയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ പൂച്ചക്കാട് വീട്ടിൽ നിന്ന് ഞാനും അർജുവേട്ടനും ചക്കരയും കൂടിയിട്ട് കുറച്ച് കഴിച്ചു. പിന്നെ അങ്ങനെ നമ്മൾ കേക്കെല്ലാം കട്ട് ചെയ്ത് ബാക്കി അച്ഛനമ്മക്കായി ഫ്രിഡ്ജിൽ വെച്ചു. ഇനി അടുത്ത് നമ്മുടെ ഈ വൈറൽ താരം കുനാഫെ നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം കേട്ടോ. കുറേ നാളായിട്ട് ഇത് കഴിക്കണം എന്ന് വിചാരിക്കുന്നു. എന്തായിരിക്കും ടേസ്റ്റ് കാര്യങ്ങളൊന്നും അറിയില്ല. അങ്ങനെ പൊളിച്ചപ്പോൾ നമ്മൾ സാധാരണ കണ്ട പോലെയൊക്കെ തന്നെയാണ്. നമ്മൾ TV-യിൽ ഫോണിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. അങ്ങനെ പൊട്ടിച്ച് കഴിച്ചു കേട്ടോ. സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷെ അർജുവേട്ടന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല, ചക്കർക്കും ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ചോക്ലേറ്റും കഴിച്ചിട്ട് നമ്മളങ്ങനെ നമ്മളെ കരിവള്ളൂർ വീട്ടിലേക്ക് വന്നു. എന്നിട്ട് ഇവിടേക്ക് നമ്മൾ പലൂതേന്നാണ് കേട്ടോ കേക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇവിടെ വന്നപ്പോൾ പിള്ളേരും അമ്മയും രസ്നേച്ചിയും ശൈലമ്മയും ആപ്പനും അച്ഛനും അങ്ങനെ എല്ലാവരും കൂടിയിരുന്ന് ഇവിടുന്ന് കേക്ക് മുറിച്ചു. അങ്ങനെ എല്ലാവർക്കും കൊടുത്തു കേക്ക്. വീട്ടിൽ പിന്നെ പായസവും സദ്യയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ കാഞ്ഞങ്ങാടൊക്കെ പോയി കുറേ ഷോപ്പിലേക്കുള്ള സാധനവും കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് കുറേ ക്ഷീണിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് സമയം നമ്മളെല്ലാവരും കൂടി ഹാപ്പി ആയിട്ട് കേക്ക് കട്ടിങ്ങും കാര്യങ്ങളും ചിരിയും കളിയൊക്കെ ആയിട്ട് അങ്ങനെ നമ്മളെ 4ാമത്തെ ആനിവേഴ്സറി ആഘോഷിച്ചു. ഇന്ന് നമ്മൾ വേറെ പുറത്തേക്ക് അങ്ങനെയൊന്നും പോയിട്ടൊന്നുമില്ല. അല്ലെങ്കിൽ പുറത്തുനിന്ന് ഫുഡ് കഴിക്കലോ അല്ലെങ്കിൽ വീട്ടിൽ ഫുഡ് ഓർഡറാക്കി കഴിക്കലോ അങ്ങനെയൊക്കെ ഉണ്ട്. ഇന്നത്തെ ആനിവേഴ്സറി നമ്മൾ വീട്ടിലത്തെ ഫുഡ് തന്നെയായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഈ 2ാമത്തെ കേക്ക് മുറിച്ചതിനോടെ നമ്മൾ ആനിവേഴ്സറി സെലിബ്രേഷൻ ഇവിടെ നിർത്തുകയാണ്. നമുക്ക് വിഷസ് അറിയിച്ച എല്ലാവർക്കും ഇതിനോട് നന്ദി രേഖപ്പെടുത്തി നിർത്തുന്നു.